ചാലഞ്ചസ് ഫേസ് ചെയ്യാത്ത സംരംഭകരാരും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും വിഷമത്തോടു കൂടിയാണ് കേൾക്കുക, പ്രവാസി സംരംഭകൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ഒരു പ്രശ്നത്തിൽ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിരവധി സുഹൃത്തുക്കൾ ഈ സംരംഭങ്ങൾ നടത്തുന്നവർ എൻ്റെ ഫോണിലുണ്ട്. ഈഗിൾസിൻ്റെ എല്ലാവരുടെയും പേര് എൻ്റെ മനസ്സിലുണ്ട്. ഇതിൽ ഒരു വ്യക്തി ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. തിരിച്ചടികൾ നിരവധിയായി ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് തീരുമാനിച്ചത്രേ. അത് പറഞ്ഞപ്പോൾ കണ്ണിന്ന് കുടുകൂടാ വെള്ളം വരുന്നുണ്ടായിരുന്നു. അതൊരു വളരെ ഇമോഷണലായി പോയത്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പ്രവീൺ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്കറിയില്ല. പ്രവീൺ ഉണ്ടാവണം. പ്രവീൺ പ്ലീസ് കം. പ്രവീൺ ഒരു വല്ലാത്ത ഒരു നിമിഷമായിരുന്നു പ്രവീൺ. അത് മൈക്ക് എന്തായിരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ? എന്ത് സ്റ്റേജിലാണ് അങ്ങനെ വരണം എന്നൊക്കെ തോന്നിയത് മനസ്സിലായി? ഇല്ല, ഞാൻ ഒരു 16 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ബിസിനസ്സിലേക്കുള്ള എൻ്റെ കാലുവെപ്പ്. ഫസ്റ്റത്തെ ഒരു 15ഓളം സംരംഭങ്ങൾ ഞാൻ ചെയ്തു നോക്കി. ഓരോ ശ്രമങ്ങളും പൂർവാധികം ശ്രമങ്ങളോടെ പരാജയപ്പെട്ടു. ഓരോന്ന് പരാജയപ്പെടുമ്പോഴും 15 സംരംഭങ്ങൾ പൊളിഞ്ഞു. ഓരോന്ന് പൊളിയുമ്പോഴും എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കടം കൂടിക്കൂടി വന്നു, പക്ഷെ നമുക്ക് ആത്മവിശ്വാസം കൂടിക്കൂടി വന്നു. അതുകൊണ്ട് തന്നെ 15ാമത്തെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പപ്പടാണല്ലോ ഞാൻ ചെയ്യുന്നത്. മാനുഫാക്ചർ പപ്പടം അങ്ങനെ മോശം സാധനമല്ല. മലബാർ പപ്പടം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഒരു തീരുമാനം താങ്കൾ എന്നോട് വളരെ വൈകാരികമായി പറഞ്ഞൊരു തീരുമാനമാണ്. അത് നമുക്കൊരു പബ്ലിക്കിൽ പറയുക തന്നെ വേണം, എങ്കിലേ ഇവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തിയപ്പോൾ താങ്കൾ ഇവിടുന്ന് ലോകം വിട്ട് പോകാൻ തീരുമാനിച്ചു. ആ നിമിഷം എന്തായിരുന്നു മനസ്സിലായി? ഞാൻ ഈ 14 സംരംഭങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ എൻ്റെ തലയ്ക്കും മീതെ കടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ പപ്പട വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നത്. അതിലിറങ്ങി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിട്ട് കടം ഓവറായി വന്നപ്പോൾ ഇതിലും പരാജയത്തിലേക്കാണ് പോയിരുന്നത്. അദ്ദേഹം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കടം കൂടെ എൻ്റെ വൈഫിൻ്റെ താലിയടക്കം വിറ്റിട്ട് ഞാൻ കൊടുത്തു. പക്ഷേ പിന്നെ പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കടക്കാർ വരുമെന്നുള്ള സ്റ്റേജ് ആയപ്പോൾ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം തിരിച്ചു കയറാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇവരെല്ലാം കൂടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ മാത്രം ആത്മഹത്യ ചെയ്താൽ മതിയാവില്ല. ആ ഒരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ പാടത്ത് പോയിട്ട് അവിടെ ഒഴിഞ്ഞു പോയിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ കരയായിരുന്നു. അതിലെൻ്റെ അമ്മ വന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. അമ്മ വന്നിട്ട് എന്നെ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതിൽ അത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായിരുന്നു. അവളോടോ എൻ്റെ കൂടെ ഉള്ള അവളോട് പോലും എൻ്റെ അമ്മയോട് പോലും ഞാനിത് ഇതുവരെ ആ വിഷയം പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞു, എൻ്റെ വിഷയങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ ആ തീരുമാനമാണ് എന്നെ ഇപ്പോൾ ഇവിടെ നിർത്തിയത്. കാരണം അമ്മ പറഞ്ഞു എന്നോട്, ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അമ്മ പറഞ്ഞത്. അമ്മ ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, നിനക്കിപ്പോൾ എത്രത്തോളം കടമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്കൊരു വീടുണ്ട്, അത്യാവശ്യം പുരയിടമുണ്ട്, ഇത് കംപ്ലീറ്റ് നമുക്ക് വിൽക്കാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. തിരിച്ചടികൾ വരും, അത് കര കയറുമ്പോൾ അത് ശരിയായിക്കോളും, ഒരു കുഴപ്പമില്ല, നീ ആൺകുട്ടിയല്ലേ, ധൈര്യമായിട്ട് പോയിക്കോ. അതാണ് അമ്മ. അതിൽ നിന്നാണ് ഞാൻ തിരിച്ചു കയറിയത്. ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇന്ന് 70ഓളം എംപ്ലോയീസ് ഉണ്ട്. 70 പേർക്ക് തൊഴിൽ കൊടുക്കുന്നത്. താങ്കളുടെ പപ്പടത്തിന്റെ പേരെന്താണ്? ബ്രാൻഡ് നെയിം എന്താണ്? മലബാർ പപ്പടാണ്. ഇപ്പം നമ്മൾ ട്രേഡ് മാർക്ക് കിട്ടാത്തതുകൊണ്ട് വീനസ്റ്റ് എന്ന ബ്രാൻഡിലേക്ക് മാറി. വീനസ്റ്റ് പപ്പടവുമായി ജീവിതത്തിലേക്ക് കരപിടിച്ച് കയറിയ പ്രവീൺ